സേഫ്ഗാർഡ് ഫ്ലേവേഴ്സിന്റെ വ്യൂവേഴ്സിനോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, നമ്മുടെ ഈ കണ്ടന്റ് ആദ്യമായിട്ട് നമ്മൾ തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ പ്രത്യേകത എന്താ, അതായത് ഓരോ ജില്ല തിരിച്ച് അവിടുത്തെ ബെസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റ്സ് ആണ് നമ്മൾ കേരളം മൊത്തം കാണിച്ചിരിക്കുന്നത്. അതായത് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എനിക്ക് ആഗ്രഹിച്ചു എന്റെ ആൾക്കാർ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവർ, എന്റെ ചാനലിൽ വരുന്നവർ അല്ലെങ്കിൽ പബ്ലിക് എന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണം. അപ്പോൾ അവർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ വയറ് ചീത്തയാവരുത്. അപ്പൊ നല്ല ബെസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റ്സ് ആ കാലഘട്ടത്തിൽ നമ്മൾ റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി ലോക്കലി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ ചാനലിൽ ഫ്ലേവേഴ്സിൽ അവതരിപ്പിച്ചത്. കേരളം മൊത്തം നമ്മൾ കവർ ചെയ്തു. കാസർഗോഡ് തുടങ്ങി നമ്മൾ തിരുവനന്തപുരം വരെ കവർ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ തമിഴ്നാടിന്റെ സോങ് ലോഞ്ചോടുകൂടി അത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ നാഗർകോയിൽ, കന്യാകുമാരി എല്ലാം കണ്ടന്റ്സ് വരുന്നുണ്ട്, ഷൂട്ട് നടക്കുന്നുണ്ട്. തൂത്തുക്കുടി, തിരുനെൽവേലി, അമ്പാസമുദ്രം, തെങ്കാശി, ചെങ്കോട്ട എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഒരു കണ്ടന്റ് ജൂനിയർ കുപ്പണ്ണ എല്ലാവർക്കും ഉള്ള ഒരു ഹോട്ടലാണ്. അത് ഞാൻ തന്നെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, സേലം ഇതെല്ലാം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് പോകുന്ന വഴി കോയമ്പത്തൂർ കഴിഞ്ഞ് അവനാശി എന്നൊരു സ്ഥലമുണ്ട്. അവനാശി ആ സൈഡിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ജൂനിയർ കുപ്പണ്ണ ഒരു നല്ല പാർക്കിംഗ് സ്പേസും ചാർജിങ് സ്റ്റേഷനും എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ജൂനിയർ കുപ്പണ്ണയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അതിന് അടുത്തുള്ള അവരുടെ തന്നെ സെയിം ഔട്ട്ലെറ്റ് ബാസ്കിൻ റോബിൻസിൽ ഇരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനൊരു ബാസ്കിൻ റോബിൻസ് ഫാനാണ്, ജൂനിയർ കുപ്പണ്ണ ഫാനാണ്. ജൂനിയർ കുപ്പണ്ണ ഒരു സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയാണ്, ഒരു ഓർഗനൈസേഷൻ ആണ്. അവരുടെ കീഴിൽ ഒരുപാട് ചെയിൻ ഓഫ് ഹോട്ടൽസ് ഉണ്ട്. അത് തമിഴ്നാട്ടിൽ എല്ലാവർക്കും തന്നെ ഉണ്ട്, എല്ലാ ലൊക്കേഷനിലും ഉണ്ട്. ചെന്നൈ ഉണ്ട്, മധുരയുണ്ട്, ഈവൻ കോയമ്പത്തൂർ. ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നാട്ടിക്കോഴി ബിരിയാണിക്ക് ഫേമസ് ആണെന്ന് പറയും ജൂനിയർ കുപ്പണ്ണ. സോ തമിഴ്നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഫുഡിന്റെ, അതായത് ഫുഡ് സേഫ് ആയിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ ജൂനിയർ കുപ്പണ്ണ ആസ് എ എന്താ പറയുക ഒരു പേഴ്സൺ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഹോട്ടലാണ് ജൂനിയർ കുപ്പണ്ണ. സോ നിങ്ങൾക്ക് ബിരിയാണി കഴിക്കാം, മറ്റുള്ള ഫുഡ്സ് എല്ലാം അവിടെ ഉണ്ട്. ബട്ട് ഇതൊരു കംഫർട്ടബിൾ ലൊക്കേഷൻ കൂടിയാണ്. അപ്പൊ തമിഴ്നാട്ടിൽ എവിടെ യാത്ര ചെയ്താലും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം ജൂനിയർ കുപ്പണ്ണ. നല്ല ഫുഡാണ്. എന്റെ എക്സ്പീരിയൻസ് ധൈര്യമായി കഴിക്കാം. ഹോട്ടൽ എപ്പോ ഓപ്പൺ ആവും? மார்னிங் வந்து 11 o'clock to night 11 o'clock. ഓക്കെ, മോർണിംഗ് 11 to night 11 ஓப்பன் ஆயிருக்கும். ஈவினிங் டைம்ல க்ளோஸ் எதுவும் இல்லை, ஃபுல்லாவே வந்து நம்மளுக்கு அவுட்லெட் எப்பவுமே ஓப்பன் தான். மார்னிங் பிரேக்ஃபாஸ்ட் இருக்கு? மார்னிங் பிரேக்ஃபாஸ்ட் இல்லை சார், ஆஃப்டர்நூன் வந்து லஞ்ச், டின்னர் ஓப்பன், நைட் டின்னர் ஓப்பன். ഈ ഒരു സ്പേസ് ഞാൻ റെക്കമെൻഡ് ചെയ്തത് ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം എല്ലാം ഇവിടെ ഉണ്ട്. ഇതൊരു വളരെ നൈസ് പ്ലേസ് ആണ്. ഞാനിത് ആദ്യമായിട്ട് വരുന്നതല്ല. അപ്പോൾ ഇതിന് മുന്നേ വന്നപ്പോൾ ഞാൻ ഓർത്തിരുന്നു ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ കണ്ടന്റോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നു. സോ നോക്കിയേ എന്ത് ഭംഗിയായിട്ട് അവരത് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത വാഷ്റൂംസ് ഒക്കെ എക്സ്ട്രാ ഓർഡിനറിയാണ്. ഇത് അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വാഷ്റൂംസിലേക്ക് എത്താം. ഇത് കണ്ടോ, വാഷ്റൂംസ് ഒക്കെ വളരെ നീറ്റ്ലി മെയിൻറ്റൈൻഡ് ആണ്. എപ്പോഴും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ്. അത് ജെൻസ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും. ഇത് കണ്ടോ, പാർക്കിംഗ് സ്പേസ് ഉണ്ട്. തിരിച്ച് കേരളത്തിലേക്ക് വരുന്നവർക്ക് ഒരു അണ്ടർ പാസ് ഉണ്ട്, അതിലൂടെ കയറി വരണം. ഇതാണ് ജൂനിയർ കുപ്പണ്ണയുടെ ബോർഡ്. ഇതൊരു സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയാണ്. അവരുടെ ഫ്രാഞ്ചൈസീസ് ആണ്, എല്ലായിടത്തും ഉണ്ട്. വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്തോ. യാത്ര ചെയ്യുന്നവര്, കേരളത്തിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നവര് അവനാശിയിൽ ഓൺ ദ വേയിൽ ഫുഡ് കഴിക്കാം. കയറാൻ 11 മണി പോലെ ഔട്ട്ലെറ്റ്സ് എല്ലാം ഓപ്പൺ ആണ്. ഈവനിങ് 11 o'clock, നൈറ്റ് 11 o'clock വരെ ഓപ്പൺ ആണ്. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. സേഫ്ഗാർഡ് ഫ്ലേവേഴ്സിന്റെ വ്യൂവേഴ്സിനോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, ദിസ് വിൽ ബി എ റിയൽ എക്സ്പീരിയൻസ്. ബാസ്കിൻ റോബിൻസിന്റെ ഒരു ഔട്ട്ലെറ്റ് ആണ് ഇപ്പൊ കാണുന്നത്. ബാസ്കിൻ റോബിൻസ് നിങ്ങൾക്ക് അറിയാലോ, എല്ലായിടത്തും ഉണ്ട്, മിക്കയിടത്തും ഉണ്ട്. ഒരു ഡിഫറെന്റ് ഫ്ലേവർ ആയിട്ടുള്ള എന്താ പറയുക, ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ്. അത് നന്നായി നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് അത് എൻജോയ് ചെയ്ത് പോവാം. വളരെ കംഫർട്ടബിൾ ആണ്, പാർക്കിംഗ് കംഫർട്ടബിൾ ആണ്, എല്ലാ രീതിയിലും യു ക്യാൻ എൻജോയ്.
പിന്നെ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ചാനലിന്റെ എല്ലാ വീഡിയോസിലൂടെ പോയി നോക്കൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ആസ് എ പേഴ്സൺ, ആസ് എ ഡയറക്ടർ ഓഫ് ദ സേഫ് ഗാർഡ് ടീം, ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യുന്നത്, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതൊരു ഫ്യൂച്ചർ പാൻ ഇന്ത്യ പ്രോജക്റ്റ് ആണ് നമ്മൾ വെച്ചേക്കുന്നത്. എല്ലായിടത്തും യാത്ര ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ ചാനലിൽ വന്നിട്ട് കണ്ട് മനസ്സിലാക്കി ഭക്ഷണം കഴിക്കാൻ പോകണം. അവർക്ക് പ്രശ്നമില്ലാതെ ഫുഡ് കഴിക്കാൻ പറ്റണം. അതിനകത്ത് ഞാൻ കോസ്റ്റോ ഒന്നും പറയുന്നില്ല. നല്ല ഫുഡ്, നല്ല ക്ലീൻ, നീറ്റ്, വയറിന് പ്രശ്നമില്ലാത്ത ഫുഡ്, അതാണ് നമ്മൾ കാണിക്കുന്നത്. ബട്ട് എല്ലാവർക്കും കയറാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ്സ്, അതാണ് നമ്മളോട് പ്രസന്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്, അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്യും. വീണ്ടും നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ്.